അങ്ങനെ ശശി തരൂരിന്റെ വിവാദ അഭിമുഖത്തിൽ മുന്നണിയിലും മുറുമുറുപ്പുണ്ടാവുകയാണ്. പ്രശ്നം ഗൗരവമായി കണക്കിലെടുത്തേ മതിയാകൂ എന്ന് കോൺഗ്രസിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയാണ് ലീഗ്. രാഹുൽ ഗാന്ധി തരൂരുമായി നേരിട്ട് ചർച്ച നടത്തിയതിനു ശേഷവും പ്രകോപനകരമായ നിലപാട് തുടരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരസ്യപ്പോരിന് മുതിരേണ്ട നിലപാടിലാണ് നേതൃത്വമുള്ളത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ കോൺഗ്രസിനുള്ളിലെ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന് മുസ്ലിം ലീഗ് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തും. പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കാരണം അത് ഘടകകക്ഷികളാണ്, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. ഓരോ പാർട്ടിയും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം. തരൂരിന്റെ പുതിയ അഭിമുഖം പുറത്തുവന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും. അതിരുവിടരുതെന്ന് KPCC അധ്യക്ഷൻ തരൂരിനോട് പരസ്യമായി തന്നെ പറയുന്നു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പ് ഡിസ്കസ് ചെയ്യാം. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. പൊട്ടിത്തെറി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. പരസ്യ പോരിന് മുതിരില്ലെന്ന് KC വേണുഗോപാൽ. ഞങ്ങളുടെ പാർട്ടി വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഇതാണ് കോൺഗ്രസിന്റെ സൗന്ദര്യവും. വിമർശിക്കുന്ന ആളെയെല്ലാം 52 വെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല. ചെന്നിത്തലയും തുറന്ന യുദ്ധത്തിനില്ല. എന്നാൽ പാർട്ടിക്ക് അനിവാര്യമായതുകൊണ്ടാണ് തരൂരിനെ MPയും മന്ത്രിയുമാക്കിയതെന്ന് രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുണ്ട്. എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. പാർട്ടിക്ക് പുറത്തുള്ള വോട്ട് കൂടി സമാഹരിക്കാൻ തനിക്കാകുമെന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കുള്ള മുരളീധരന്റെ പരിഹാസം ഇങ്ങനെ: അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും എന്നെപ്പോലുള്ള ഞാനൊക്കെ പാർലമെന്റ് ഉണ്ടായിരുന്നപ്പോഴും നമ്മളൊക്കെ കൊച്ചു കേരള കാര്യങ്ങളും കൊച്ചു ഭാരതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ കൂടുതൽ അറിവ് അദ്ദേഹത്തിനുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും നിരവധി പേരുകളാണ് പാർട്ടിയിൽ ചർച്ചയാകുന്നത്. അതിനിടെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ടെന്ന തരൂരിന്റെ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് സമയത്തെ വിവാദങ്ങൾ UDFനുണ്ടാക്കാൻ പോകുന്ന കോട്ടം ചില്ലറയൊന്നുമല്ല. കാര്യങ്ങൾ തകിടം മറിക്കുമോ എന്ന ആദിയിലാണ് നേതൃത്വം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.